ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പൂർണ്ണതയാണ്. യേശു കർത്താവ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല ചെയ്തത്, തൻ്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തം കൂടിയായിരുന്നു. യേശു കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ ദൗത്യം പാപികൾക്ക് വേണ്ടി മരിക്കുക മാത്രമായിരുന്നുവെങ്കിൽ ഒരു ചുരുങ്ങിയ കാലയളവിലേക്കായി ഈ ലോകത്തിൽ വന്ന് ആ ദൗത്യം നിർവഹിച്ചും മടങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ അതുമാത്രമല്ലായിരുന്നു യേശു കർത്താവിൻ്റെ നിത്യമായ പദ്ധതി. താൻ 33.5 വർഷം വരെ ജീവിച്ച് നമുക്ക് മാതൃക കാട്ടിത്തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവേൻ, താൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവേൻ, താൻ ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യുവേൻ, മറ്റുള്ളവരെ കരുതിയതുപോലെ കരുതുവേൻ, സംസാരിച്ചതുപോലെ സംസാരിക്കുവേൻ, യേശു കർത്താവ് നന്മ ചെയ്തതുപോലെ നന്മ ചെയ്യുവേൻ. യേശു കർത്താവ് ചെയ്യാത്തതൊന്നും തന്നെ നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നില്ല. യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. കാരണം ഇന്ന് ഭൂമിയിലില്ലാത്ത യേശുവിനെ ലോകത്തിന് പ്രദർശിപ്പിക്കുവാൻ നമ്മെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അദൃശ്യനായ പിതാവാം ദൈവത്തെ യേശു കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് നമുക്ക് വെളിപ്പെടുത്താം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ മുദ്രകൾ, അതായത് കാൽപ്പാടുകൾ നമ്മുടെ ജീവിതയാത്രയിൽ പതിയുന്നുണ്ട്. പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് മനസ്സിലാക്കിയ ചിലരാകട്ടെ അതിനു വേണ്ട പ്രാധാന്യവും നൽകുന്നില്ല. യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. നമ്മുടെ ഓരോ ചുവടും ഓരോ പ്രവൃത്തിയും കാലത്തിൻ്റെ മണൽപ്പരപ്പിൽ പതിയുന്ന ഓരോ വ്യക്തിത്വത്തിൻ്റെ മുദ്രകളാണെന്ന് മനസ്സിലാക്കി നല്ല പ്രവൃത്തികളുടെ കാൽമുദ്രകളാണ് നമുക്ക് പിന്നിൽ ഇടുന്നതെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.